കോട്ടയം ഏറ്റുമാനൂരിൽ വീടിന് നേരെ ആക്രമണം. ഏറ്റുമാനൂർ സ്വദേശിയായ ഡോക്ടർ സിനി ജോർജിന്റെ വീടാണ് ഇന്ന് പുലർച്ചെ ആക്രമിക്കപ്പെട്ടത്. വീടിന്റെ വാതിലും ജനലുകളും തകർക്കാൻ ശ്രമിച്ച് അക്രമി കാറിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇയാൾ ഈ വീട് അടിച്ചു തകർത്തത്? ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കോട്ടയം ഏറ്റുമാനൂരിൽ ഡോക്ടറായിട്ടുള്ള സിനി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് നേരെയാണ് ഇത്തരത്തിലൊരു അപരിചിതനായിട്ടുള്ള വ്യക്തി ആക്രമണം നടത്തിയത്. പുലർച്ചെ വീടിന്റെ വാതിൽക്കലെത്തി വാതിലിനിട്ടും ജനലിനിട്ടും ആഞ്ഞടിക്കുകയും ഒപ്പം ജനൽ ചില്ലയൊക്കെ പൊളിക്കാൻ തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്തു ഇയാൾ. ഒപ്പം കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ഈ ഡോക്ടറുടെ കാറിന്റെ ചില്ല് ഇയാള് ചെടിച്ചട്ടി ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ഈ വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് അസഭ്യം വിളിക്കുകയും ഏറെ നേരം അസഭ്യം വിളിക്കുകയും ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് പുലർച്ചെ വാതിൽ തുറന്നിരുന്നില്ല ഈ സമയം ഈ വീട്ടുകാർ. അതിനുശേഷം ഇയാൾ പോയതിനു ശേഷം വീട്ടുകാർ ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ഈ വീടിന്റെ CCTV-യിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പോലീസിനോട് പറഞ്ഞത് വയനാട് സ്വദേശി എന്നാണ്. പേര് ഷിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് ഇന്ന് അയാളെ രാവിലെ കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം മാത്രമേ അതായിരിക്കാമോ ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ആ പരിസരത്തെ മറ്റു വീടുകളിലും സമാനമായി തന്നെ വീടിന്റെ മുന്നിലെത്തി അസഭ്യം വിളിച്ചു പറഞ്ഞിരുന്നു ഇയാളെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ വീട്ടുകാർ പരാതി പറഞ്ഞതനുസരിച്ച് ഇവർക്ക് ഇയാളെ അറിയുകയില്ല, വ്യക്തമായിട്ട് ആരാന്ന് അറിയില്ല എന്നാണ് ഈ ഡോക്ടർ അടക്കം പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വീട് ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഈ ദൃശ്യങ്ങൾ കണ്ടായിരിക്കുമല്ലോ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. വൈകാതെ തന്നെ പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞതും അതുകൊണ്ടായിരിക്കും അല്ലേ? നിലവിൽ ആ വീട്ടിൽ എത്തി CCTV പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ ദൃശ്യങ്ങൾ വ്യക്തമായത്. തുടർന്ന് ഇയാൾ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടാനായിട്ട് സാധിച്ചിരിക്കുന്നത്. മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് എന്നാണ് പോലീസിന് ചോദ്യം ചെയ്തതെന്ന് മനസ്സിലാക്കിയതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വൈദ്യപരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. രാവിലെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ ഗൂഗിളാണ് നൽകിയത്. കൊണ്ടോടാ, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടാ വിട്ടു.